നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്നേഹത്തിനും എല്ലാവർക്കും സ്വാഗതം. യഹോവയുടെ ദാതാമ ദൈവം എന്നുള്ള പാട്ടോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise you, Jesus. Hallelujah. കരങ്ങളടിച്ച് നന്ദിയോടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. മറ്റ് ആമേൻ സാഹചര്യങ്ങളെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും യേശുവേ നീ മാത്രം മതി ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Avashya
യേശു മാത്രം മതി എനിക്ക്. ആമേൻ. രാത്രികാലം വചന ശുശ്രൂഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കാൽ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ലോകത്ത് മാറ്റപ്പെട്ടവരെ രോഗികളായ സമാധാനമില്ല, സന്തോഷമില്ലാതെ ദുഃഖത്തിൽപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ടപ്പോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കൾ നഷ്ടപ്പെട്ടപ്പോ, അതിന്റെ മധ്യ എല്ലാ സ്നേഹത്തിലും പ്രയർ ഫാമിലിയായ കർത്താവേ, സ്വദേശത്തും വിദേശത്തും ഞങ്ങൾക്ക് കർത്താവ് കോൺഫറൻസുകളില് ഒരുമിച്ചായിട്ട് ഈ രാത്രിക്കാരെ അംഗീകരിച്ച് മാറ്റപ്പെടുത്തുക. ആമേൻ. കർത്താവ് ഉയർത്തുവാൻ കർത്താവ് നമുക്ക് നല്ല അവസരക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. ഈ സന്ധ്യാസമയത്ത് എല്ലാവരും ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാം. സ്വർഗ്ഗത്തിലെ വലുവനായ ദൈവ ആയുസ്സോടെ ആരോഗ്യ ബലത്തോടെ കർത്താവെ അവിടെ നിർത്തുന്ന അവൻ കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവ്. ഞാൻ നിന്നതല്ല കർത്താവെ, അവിടെ നിർത്തുന്ന അവൻ കൃപകൾക്കായി മഹദയക്കായി കരുണയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. എത്ര ശ്രമിച്ചാലും മതിവല്ലാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് അങ്ങ് വഴി നടത്തുന്ന അങ്ങ് പോറ്റിപ്പുലർത്താൻ വിധങ്ങളെ ഓർത്താൻ നന്ദിയല്ല വേറെ ഒന്നുമില്ലപ്പാ. ഹല്ലേലൂയ. കോഴി തന്റെ കുഞ്ഞിനെ ചെറിയ കർത്താവ് മറിക്കുന്ന പോലെ, കഴുകും തന്റെ കുഞ്ഞിനെ ചെറിയ മീതെ വായിക്കുന്ന പോലെ അപ്പൊ ആ ഒരു ദിവസം കർത്താവെ അവിടുന്ന് കാറ്റുവച്ച് നടത്തുന്ന എല്ലാവിധങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവ്. രാത്രിക്കാരെ രോഗികളായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേക കൊറോണ നിമിത്തം ഭാരപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണമായ ആശ്വാസവും എല്ലാപ്പറ്റും കൽപ്പിക്കണമേ പ്രാർത്ഥിക്കുക. രാത്രികാലത്ത് വചന ശുശ്രൂഷ രോഗികൾക്ക് സൗഖ്യമായി തീരുവാൻ, വിടുതലായി തീരുവ, ആശ്വാസമായി തീരുവ, രോഗക്കിടക്കട വിട്ട് എഴുന്നേൽപ്പാൻ കർത്താവേ ഇടയാക്കണമേ. സ്വർഗം ചലിക്കുന്ന ആമേ സ്വർഗം പ്രസാദിക്കുന്ന ഒരു ശുശ്രൂഷയായി തീരുവ. അപ്പൊ ആ ഒരു സഹായിക്കുമാറാണ്. ശക്തമായി കുരിശിന്റെ മകന് സംസാരിപ്പ എന്റെ ദാസനെ ഒന്ന് അധികാരപ്പെടുത്തുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ സ്ഥാനം തരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം കർത്താവ് രോഗികളായി കർത്താവ് ഞങ്ങളോട് കൂടെ പങ്കെടുക്കുന്നെങ്കിൽ ആ രോഗികൾ ഈ രാത്രികാലത്ത് വചന ശുശ്രൂഷയിൽ സൗഖ്യം പ്രാപിപ്പാൻ കർത്താവ് വിടുതൽ പ്രാപിപ്പാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അനേക രാജ്യങ്ങൾ, അനേക ദേശങ്ങള്, അനേക വ്യക്തികളിലേക്ക് എത്തുക, അനേക പ്രിയപ്പെട്ട വിടുതൽ പ്രാപിപ്പാൻ കർത്താവെ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അവരനുഭവിപ്പാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരോട് കൂടി സഹായിക്കണമേ. ഇത്രത്തോളം സഹായിച്ചുള്ള ശക്തി വെച്ച് ബലപ്പെടുത്തി പിന്നെയും കർത്താവെ ഒരു ദിവസം കാലം ഒരു രാത്രിക്കാലം കൂടി ഞങ്ങൾക്ക് തന്ന അവൻ കൃപക്കായി നന്ദി പറയുന്ന കർത്താവെ. അപ്പോൾ നിങ്ങൾ സമ്പൂർണ്ണമായി താഴ്ത്തിയിരിക്കുന്നു. അവർക്ക് പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. വചന ശുശ്രൂഷിക്കാൻ ദേവദാസൻ ക്ഷണിച്ചുകൊണ്ട് പേശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ തട്ടി ഓ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിലും അദൃശ്യനായ ദൈവം ആമേൻ നമ്മെ അവിടിവിടങ്ങളായി സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അനേകര് കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുമ്പോൾ ആമേൻ അതേ പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും തളരാതെ കണ്ട് പതറാതെ കണ്ട് നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇന്ന് പകലിലും നമ്മെ പിടിച്ച് നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഭക്തന്റെ കരം പിടിച്ച ആമേൻ ഉയർത്തിയ അതേ കരം ആമേൻ ഇന്ന് പകലിലും നമ്മെ പിടിച്ച് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഓ നന്ദിയോടെ ആ കരങ്ങളെ തട്ടി ആദരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിലും ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ലോകത്ത് അനേകര് തകർന്നു പോയപ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും ഓ നമ്മളായിരുന്നെടുത്ത് അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നെങ്കിൽ ആ കരങ്ങളെ തട്ടി അതരങ്ങളെ തുറന്ന് ഓ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തുതികളിന്മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി ഈ രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ, ആകാശം മാറിയാൽ ഭൂമി മാറിയാൽ മാറാത്ത തിരുവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി അവൻ നിന്റെ രോഗത്തിന്മേൽ, നിന്റെ ശാപത്തിന്മേൽ, നിന്റെ പാപത്തിന്മേൽ, നിന്റേതാകുന്ന സമസ്ത മേഖലകളിൽ ആമേൻ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ ഈ ലോകത്തിന്റെ ദുഷ്ട പിശാച് അതേ സാത്താൻ പ്രഭു ആമേൻ നിന്നെയും നിന്റെ തലമുറയെയും നിന്റെ കൂടപ്പുറപ്പിനെയും ദൈവം നൽകിയിരിക്കുന്ന ആ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ, സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ, കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ഒതുക്കി ആമേൻ നിന്റെ നാശം കാണാൻ നോക്കി ഇരിക്കുന്ന ദുഷ്ട ശത്രുവിന്റെ മുമ്പിൽ അവനിൽ വിശ്വസിക്കുന്ന തന്റെ മക്കൾ
നിങ്ങൾക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇന്ന് രാത്രി ആമേൻ ദൈവ സന്നിധിയിലായിരിക്കുന്ന നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. അത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വചനം കേൾക്കുന്ന ശ്രോതാവേ, ആമേൻ, നീ വിശ്വസിച്ചാൽ ദൈവം നിന്റെ മേൽ അവിടുത്തെ ആത്മാവിനെ പകരുവാൻ, ദൈവ പ്രവൃത്തി നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രിയിലും പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാ. വചനം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. പരിമിതിയുള്ള ലോകത്ത് പരിമിതിയില്ലാതെ ഒരു ഭക്തനെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദിനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ വന്ദനവും നന്ദിയും ഇത്തരണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ ഈ സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ എന്നെ വിശ്വസ്തനെ നെണ്ണി പ്രാപ്തനാക്കി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ആമേൻ, നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരുമായിരുന്നെടുത്ത് ദൈവം സൂക്ഷിച്ചല്ലോ. എണ്ണത്തിൽ ആരും കുറയാതെ കണ്ട് എല്ലാവരെയും അവിടിവിടങ്ങളിലായി സൂക്ഷിച്ച പരിപാലിച്ച സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നമ്മോട് സംസാരിപ്പാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ന് രാത്രി മൃദുവായ ആ ഇമ്പസ്വരം നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. മൃദുവാ നീ തൊടുകിൽ എന്നാത്മ സൗഖ്യമാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി മൃദുവായി അമ്മേൻ നമ്മെ വചനത്തിലൂടെ ആമേൻ തൊടുവാൻ ദൈവം ശക്തനാണ്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആമേൻ എന്തായിരിക്കും മറുപടി? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ചോദ്യമല്ല, ഈ ഒരു ചിന്തയാണ് ആമേൻ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനും ധ്യാനിപ്പാനും ആമേൻ പങ്കുവെക്കുവാനുമായി സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം എന്നെ ഭരമേൽപ്പിച്ച അത് തിരുവചന ചിന്ത വേഗത്തിൽ പങ്കുവെച്ച് പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഇന്ന് രാത്രി മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യമാണ് ആമേൻ വായിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ബിജു PR-നായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിന്റെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിന്റെ ദാസനെ ദൈവം ആമേൻ അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്നല്ലോ. പിന്നെയും തന്റെ ദാസനെ ജയത്തോടെ നടത്തുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ലൈലാമ്മ റാഫി ആമേൻ അത് കുവൈറ്റിൽ നിന്നും ഇന്ന് രാത്രി നമ്മോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പ്രതികൂലങ്ങളുടെ നടുവിലും കഴിഞ്ഞ ദിവസം ആമേൻ തന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പാനിടയായി. കൊറോണ വളരെ ആമേൻ അതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി ആമേൻ അതെ ലോകത്ത് ആമേൻ അതെ മാരകമായി അതിന്റെ വകഭേദം അനേകരെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ആമേൻ തള്ളിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിലും വാർദ്ധക്യവും നരമുള്ള കാലത്തും ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് വാക്കു പറഞ്ഞ കർത്താവിന്റെ മകനീയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജോലി മേഖലയിൽ ആമേൻ സന്തോഷത്തോടായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് രാത്രി തന്നെ ശക്തീകരിക്കേണ്ടതിനായി ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. റെജി വി പാസ്റ്റർ ആമേൻ വയനാട്, ആമേൻ റെജി വി പീറ്റർ ആമേൻ വയനാട്, കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസന്റെ പ്രവർത്തന
പ്രവർത്തനങ്ങളെ ആമേൻ കർത്താവിന്റെ ദാസന്റെ ആമേൻ അതെ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സജീവ് വർഗീസ് ആമേൻ ഇന്ന് രാത്രി നമ്മോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. ആമേൻ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ആമേൻ ദൈവം തന്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തന്റെ കുടുംബത്തെ ദൈവം അത്ഭുതകരമായി അതിശയകരമായി നടത്തട്ടെ. അതുപോലെ തന്നെ സന്തോഷ് പോൾ ഇന്ന് രാത്രി ആമേൻ ഈ ഓൺലൈൻ ആമേൻ അതെ കോൺഫറൻസ് കോളിൽ ആമേൻ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും ഈ പറയുന്ന പേരുകൾ ഓർത്ത് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ഈ പ്രതികൂലങ്ങളുടെ നടുവില് പ്രതിസന്ധിയുടെ നടുവില് സർവശക്തനായ ദൈവം തന്റെ ഭക്തനെ ജയത്തോടെ നടത്തേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ അതെ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ. ആമേൻ കല ആമേൻ സുകുമാരി ആമേൻ സുകുമാർ ഇന്ന് രാത്രി നമ്മോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ തോമസ് അബ്രഹാം ആമേൻ അണലിപ്പറമ്പിൽ ആമേൻ ഇന്ന് രാത്രി നമ്മോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. ആമേൻ അതെ എല്ലാ ദിവസവും ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരത്തക്ക വിധത്തിൽ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ ഇതിനകത്ത് ആമേൻ പേര് കാണാത്ത അനേക പ്രിയപ്പെട്ടവരുണ്ട്. ആമേൻ ഷിബു ടിയ ആമേൻ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. ആമേൻ ആ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ശരണ്യ ആമേൻ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ആമേൻ ഇന്ന് രാത്രി എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുന്നു. ആമേൻ അതെ ആമേൻ അതെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആമേൻ അതെ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കേണ്ടതിനായി വിശേഷ ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന അനുഗ്രഹിതനായ അഭിഷക്തന്റെ സഹോദരിയുടെ ആമേൻ കുഞ്ഞ് ആമേൻ കോവിഡ് ബാധിച്ച് ആമേൻ അതെ ബോംബെയിൽ ഹോസ്പിറ്റലിൽ ആമേൻ ജോലി സംബന്ധിച്ചായിരിക്കുന്നിടത്ത് ക്വാറന്റൈനിൽ കഴിയുന്നു. ആമേൻ ബിയ എന്ന് പറയുന്ന ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ആമേൻ ഷീല എന്ന് പറയുന്ന സഹോദരി ആമേൻ കോവിഡ് നിമിത്തം ആമേൻ വളരെ ഭാരപ്പെട്ടു. ആമേൻ കർത്താവ് സൗഖ്യം കൊടുത്തു. ആമേൻ അത് ശാരീരികമായ അസ്വസ്ഥതകൾ തന്നെ അലട്ടുന്നുണ്ട്. അതിൽ നിന്നെല്ലാം പൂർണ്ണമായ വിടുതൽ ദൈവം നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ചുരുക്കം വാക്കുകളിൽ ആമേൻ അതെ ആമേൻ ഇന്ന് രാത്രി ആമേൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആമേൻ അതെ കുഞ്ഞമ്മ ഭരതൻ ആമേൻ ശബ്ദമുയർത്തി രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് രാത്രി ദൈവവചനം ആമേൻ ശക്തമായ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടേണ്ടതിനായി ആമേൻ ചുരുക്കം വാക്കുകളിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാലും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ ഒരു മനോഹരമായ ഒരു കർത്താവെ പകൽക്കാല വടിയങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവെ ഈ രാത്രികാലോപ്പത്തിന്റെ പാതവിടെ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കൊരു സാവകാശം കൂടി ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ വിശക്തനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ഈ രാത്രികാലം അങ്ങയുടെ വചനം ശുശ്രൂഷിക്കാൻ മകനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട വചനം കർത്താവേ ഹല്ലേലൂയ എടുത്ത് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച് കർത്താവെ അനേകർക്ക് വേണ്ടി കർത്താവെ വലിയ ഇതാവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ മക്കളെ പറ്റി എന്റെ കരങ്ങളിലേക്ക് കർത്താവേ ഹല്ലേലൂയ. രോഗികൾക്ക് ആശ്വാസം കർത്താവേ ഹല്ലേലൂയ. അങ്ങയുടെ അടിപ്പിണരാൽ സൗഖ്യം വന്നു മാറാകണമേ കർത്താവേ ഹല്ലേലൂയ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങളാൽ ഈ രാത്രികാലം ആ രോഗികളെ കർത്താവെ അങ്ങ് തലോടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെ ഈ സമയത്തപ്പത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ അവർക്കത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. വചന വഹിച്ച് സൗഖ്യം തരുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ.
അങ്ങയുടെ വചനം കേട്ട് കർത്താവെ സൗഖ്യം പ്രാപിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, ഉത്തരമല്ലിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രി കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്ന വത്സമ്മ ബാബുനായി സ്തോത്രം ചെയ്യാം. ആമേൻ. ലീലാമ ജോസിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. ബെന്നി യെസിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ബിജു PR. ആമേൻ. അതുപോലെ തന്നെ ആമേൻ അതെ കുഞ്ഞമ്മ ഭരതൻ, ഇവരെല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു റിക്വസ്റ്റും കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ആമേൻ. ഈ ഓൺലൈനിൽ ആമേൻ ഫേസ്ബുക്ക് ലൈവിലൂടെ ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ താല്പര്യവും ആമേൻ അതെ ആത്മാവിന്റെ നിയോഗവും ഉള്ളവർ, ആമേൻ നിങ്ങൾക്കിത് അനുഗ്രഹപ്രദമായി തീരുന്നുവെങ്കിൽ ആമേൻ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ തയ്യാറാകുക. ആമേൻ. ചില ദിവസങ്ങളും കൂടെ ആമേൻ എൻ്റെ ഫേസ്ബുക്കിൽ ചില ആമേൻ ക്രമീകരണങ്ങൾ നടക്കുന്നത് കൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ആമേൻ അതെ ആത്മാർത്ഥമായി ഇത് ഷെയർ ചെയ്യുകയും അനേകർക്ക് അനുഗ്രഹവും വിടുതലുമാകത്തക്ക വിധത്തിൽ ആമേൻ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എല്ലാവരുടെയും അറിവിന് വേണ്ടി ഞാൻ പറയട്ടെ, ഒരു ദിവസം പോലും ഇല്ലാതെ ഇന്ന് പകലിലും ആമേൻ ഒരു പരിചയവുമില്ലാത്ത പുതിയ വ്യക്തികൾ ആമേൻ വിളിച്ച് ആമേൻ അതെ ഫേസ്ബുക്കിലൂടെ നിങ്ങളുടെ ഈ മീറ്റിംഗ് കാണുവാനിടയായെന്നും പ്രാർത്ഥിക്കണമെന്നും ആമേൻ റിക്വസ്റ്റുമായിട്ട് വിളിപ്പാനിടയായി തീർന്നു. ആമേൻ. ഒരു ദിവസം പോലും ഇല്ലാതെ പുതിയ 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 ആളുകൾ ആമേൻ വിളിച്ച് ആമേൻ കർത്താവിനോട് അടുക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ കേവലം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമയം പോക്കുന്നതിനേക്കാൾ ഉപരി ആത്മീയമായി ദൈവത്തോട് അടുക്കേണ്ടതിന്, കർത്താവിനോട് അടുത്തിരിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ചോദിച്ച് വിളിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. കൂടാതെ രോഗികളായി വിളിക്കുന്നവരുണ്ട്. ആമേൻ അതെ മറ്റു വിഷയങ്ങളുമായി ആമേൻ കുടുംബ പ്രശ്നങ്ങളായി കഴിയുന്നവർ വിളിക്കാറുണ്ട്. എല്ലാവർക്കും ക്രിസ്തുവിലൂടെയുള്ള സമാധാനവും സന്തോഷവും പകർന്നു കൊടുക്കുവാൻ സ്നേഹതീരം പ്രയർ ഫാമിലിയെ കർത്താവ് ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ദൈവത്തോട് അടുക്കുവാൻ ഉതകുന്ന മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും കേൾക്കുമ്പോൾ ഈ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ കാണുന്ന എന്നോടോ അല്ലെങ്കിൽ ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അടുപ്പിക്കുന്ന ഒരു ശുശ്രൂഷയല്ല എല്ലാ ദിവസവും രാത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് വചനം കേട്ടാലും അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അതുകൊണ്ട് ശ്രോതാവേ, താങ്കളെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ് ഈ കൂട്ടായ്മയിലൂടെ ചെയ്തെടുക്കുന്നത്. സകല മഹത്വവും മാനവും പുകഴ്ചയും കർത്താവിന് മാത്രം. ആമേൻ. ഞങ്ങൾ കുറയണം, ആമേൻ കർത്താവ് വളരണം. ഹല്ലേലൂയ. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആമേൻ. നിത്യതയിൽ അനേകരെത്തുവാൻ ഈ കൂട്ടായ്മ നിമിത്തം ഇടയാകണം. ആമേൻ. ചിതറിപ്പാർക്കുന്ന അനേക ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു ആത്മീയ കൂട്ടായ്മയാണ് ആമേൻ ഒരപ്പന്റെ മക്കൾ എന്നതുപോലെ ഒരു കൊടക്കീഴിൽ ആമേൻ അതേ സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ ആമേൻ ദൈവത്തിന്റെ വചനത്തെ ആമേൻ ഉയർത്തുവാൻ ആമേൻ കൃപ ലഭിച്ചവർ ആമേൻ സമയഭേദമില്ലാതെ കൂടുന്ന ഒരു കൂട്ടായ്മയാണ്. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് ആമേൻ ഒരുമിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി ശിഷ്ടായുസ് ആമേൻ അതെ അധ്വാനിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വായിക്കാം മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം. വേഗം വായിക്കാം. വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം. ആമേൻ എന്ന് ഞാനൊരു ചോദ്യത്തോടു കൂടിയാ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. എന്നാൽ ഈ വാക്യം ഒരു ചോദ്യമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് എൻ്റെ കുഞ്ഞിനോട് ഒരു പാട്ടുണ്ട് ആമേൻ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കിയിട്ട്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് അറിയാതെ പോയി. ആമേൻ. വരും ദിവസങ്ങൾ അത് പഠിച്ചു പാടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഒരു
മനുഷ്യൻ ഒരു മനുഷ്യൻ ലോകം മുഴുവൻ സമ്പാദിക്കുകയും സ്വന്തം പ്രാണനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ എന്തു പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചങ്കത്ത് കൈവച്ച് ഒന്ന് ചോദിക്ക്. ഹല്ലേലൂയ. നീ നിന്നോട് തന്നെ ഒന്ന് ചോദിക്ക്. ഹല്ലേലൂയ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയുന്നത് യഥാർത്ഥ വിജയത്തിൽ ആമേൻ ജീവിക്കുന്നതിന്റെ ഒരു തുടക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ യഥാർത്ഥമായ ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് സന്ദർശിപ്പാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ തുടങ്ങി വെച്ച ജീവിത യാത്രയിൽ പാതി നിലച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവര് ആമേൻ ആ യാത്ര സുഗമമായി മുമ്പോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ, കുടുംബങ്ങളെ, തലമുറകളെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലെ എല്ലാവരും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന്, നമ്മുടെ കർത്താവിനോട് ചേർന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന സന്തോഷമുള്ള ആമേൻ വ്യക്തികൾ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ ആ കരമടിച്ച് അത്തരങ്ങളെ തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ കാരണത്താലാണ് അവൻ ഭൂമിയിൽ പഠിപ്പിക്കുന്നതിനായി സമയം ചെലവഴിച്ചത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ആത്മാക്കൾക്കായി ശരിയായ തിരഞ്ഞെടുപ്പ് ആമേൻ അത് നടത്തേണ്ടതുണ്ട് എന്ന് തിരുവചനം ആധികാരികമായി നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതെ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആമേൻ കാര്യം ആമേൻ ആത്മാവാണെന്നും ആമേൻ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യണമെന്നും ആമേൻ യേശു പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും ആമേൻ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തു മറുവില കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഒരുവന് എന്തു മറുവില കൊടുക്കുവാൻ കഴിയും? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യന് എന്ത് വില കൊടുക്കുവാനായിട്ട് സാധിക്കും? ആമേൻ. അതെ, ലോകം എന്ന് പറയുന്നത് ഒഴിഞ്ഞു പോകുന്ന ഒരു ദൃശ്യ രൂപമാണ്. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 2:16-17 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് ഈ ഭൂമിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ കാണാൻ കഴിയാതെ മൺപറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. മനോഹരം ആണെന്ന് കാണുന്ന പലരും, ആമേൻ, സൗന്ദര്യമുണ്ടെന്ന് തോന്നുന്ന പലരും, ആമേൻ, കായിക ബലമുണ്ടെന്ന് തോന്നുന്ന പലരും തകർന്നുകൊണ്ടിരിക്കുകയാ. എന്നാൽ ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് കാണാമെന്ന് പറയാനേ നമുക്കൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം ആമേൻ നാം പൊടിയിലേക്ക് തിരികെ പോകേണ്ടവരാ. ആമേൻ. ജനനം ഉറപ്പാണെങ്കിൽ മരണവും ഉറപ്പാ. ആമേൻ. ജനനത്തിന് സമയം നിശ്ചയമാ, പക്ഷെ മരണത്തിന് സമയം നിശ്ചയമല്ല. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന കിടക്കപ്പായിൽ നിന്ന് അല്ല, ആ AC റൂമിനകത്ത് നിന്ന് അല്ല, ആ ബെഡിൽ കിടന്നുകൊണ്ട് നിനക്ക് എഴുന്നേൽക്കാൻ കഴിയണമെങ്കിൽ നീ അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുവാൻ സ്വർഗം അനുവദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആ പട്ടണത്തിൽ പോയി സമ്പാദിക്കുമെന്ന അഹങ്കാരത്തോടെ പറയുന്ന മനുഷ്യനെ ഭോഷനായിട്ടാണ് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു ഭോഷനായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദൈവ പൈതലായി ജീവിക്കുന്നതാ. അതുകൊണ്ട് ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഈ നശ്വരമാകുന്ന ലോകത്ത് ഹല്ലേലൂയ മനോഹരമെന്ന് തോന്നുന്നതിനെ പലതും സ്വന്തമാക്കാൻ വ്യഗ്രതയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിനെന്ന്
സത്യവേദ പുസ്തകം വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ജീവിതയാത്രയിൽ പലരും നിലച്ചുകൊണ്ടിരിക്കുകയാ, പലരും തകർന്നുകൊണ്ടിരിക്കുകയാ, പലരും നശിച്ചുകൊണ്ടിരിക്കുകയാ. എന്നാൽ നശിക്കാത്ത നിത്യജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ തയ്യാറായാൽ നശ്വരമാകുന്ന ലോകത്ത് ഈ മണ്ണാകുന്ന ശരീരത്തെ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്നും ആമേൻ ഉയരത്തിലേക്ക് ഉയർക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി ഒന്നും കൂടെ ആമേൻ ശക്തിപ്പെടുത്തുവാൻ ഉൾനട്ട വചനത്തിന്റെ ശക്തി ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനം കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ആമേൻ ഈ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാത്മീയ മനുഷ്യന്റെ ആഹാരമാണ് ദൈവവചനം എന്ന് പറയുന്നത്. അവൻ ഇന്ന് രാത്രി ഒരു പ്രാകൃതൻ ഇത് കേട്ടാൽ ഉറക്കം വരും, അവന് ഇഷ്ടം വരത്തില്ല, അവന് കലി കയറും. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരു ജഡീകൻ ഇത് കേട്ടാൽ അവന് കലി കയറും. ആമേൻ. അവൻ ഇത് എടുത്തെറിഞ്ഞെന്ന് വരും. എന്നാൽ ഒരു ആത്മീയൻ ഇത് കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും ആമേൻ അതെ വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുമാണ്. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ നീ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ, കടഭാരമാണോ, തലമുറകളെ കുറിച്ചുള്ള ആവലാതിയാണോ, അതോ ശരീരത്തിലെ ആമേൻ ആ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ അല്ല ഇത്യാദി മാരകമായ രോഗമാണെന്ന് ഡോക്ടർ കുറിച്ച് തന്നിട്ട് ആമേൻ ലിമിറ്റ് വെച്ച് ആഹാരം കഴിച്ച് ശരീരം വീർത്ത് ആമേൻ അതെ ഇല്ലാതാകുന്നത് കണ്ട് അതെ ഉറക്കം നഷ്ടപ്പെട്ട് ആമേൻ വെപ്രാളപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ഇന്ന് രാത്രി ആമേൻ താങ്കളെ സുഖപ്പെടുത്തുവാൻ, താങ്കളെ ശക്തീകരിക്കുവാൻ, താങ്കളെ ബലപ്പെടുത്തുവാൻ ഉലകത്തിൽ ആമേൻ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ വചനമാണ്. ഹല്ലേലൂയ. ആ വചനത്തിന്റെ പ്രത്യേകത അത് വായിക്കുന്നവർ വായിച്ചു കേൾപ്പിക്കുന്നവനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഈ സത്യവേദ പുസ്തകം ആര് വിശ്വസിച്ചിട്ടുണ്ടോ, ആരിത് എടുത്തിട്ടുണ്ടോ, ആരിത് മാർഗോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ഞാൻ പ്രസംഗിക്കുന്ന വചനം നിന്നെ സൗഖ്യമാക്കുവാൻ ശക്തിയുള്ളതാ, നിന്റെ തലമുറയെ നേരായ പാതയിലേക്ക് നയിക്കുവാൻ ശക്തിയുള്ളതാ. മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് അത് വളരെ ശക്തമായി വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉത്തമ ഗ്രന്ഥമാണ് സത്യവേദ പുസ്തകം. ആമേൻ. ഇതിനകത്ത് ആമേൻ ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ, ആമേൻ ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു മരുമകൻ എന്ന നിലയിൽ, ഒരു മരുമകൾ എന്ന നിലയിൽ, ആമേൻ സമസ്ത മേഖലയിൽ നീ ഒരു ഉദ്യോഗസ്ഥനാണോ, നീ അവിശ്വസ്തനാകാതെ വിശ്വസ്തനായി ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉത്തമ ഗ്രന്ഥമാണ് സത്യവേദ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മനുഷ്യ നാം അല്പകാലത്തേക്ക് മാത്രമേ ഇവിടെയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ അല്പായുസ് ആമേൻ ജീവിച്ചു തീർക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാൻ ആമേൻ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ സങ്കീർത്തനം 90:10 ഹല്ലേലൂയ. സങ്കീർത്തനം 90:10 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. പറന്നുപോയിടും ഞാനീ മരുവിൽ നിന്നും സ്വർഗ്ഗകാനാൻ നാട്ടിൽ വാഴുവാനായി. പറന്നുപോയിടും ഞാനീ മരുവിൽ നിന്നും സ്വർഗ്ഗകാനാൻ നാട്ടിൽ വാഴുവാനായി. ദുർഘടമേടുകൾ കയറുകിൽ തളരാതെ നിൻ കൃപയേകുക എൻ പിതാവേ. ദുർഘടമേടുകൾ കയറുകിൽ തളരാതെ നിൻ കൃപയേകുക
എൻ പിതാവേ അഗതിയ വിശ്വസ്തനായെന്നു വന്നാലും വിശ്വസ്തനായി പാർക്കുന്ന സ്നേഹമൂർത്തേ, കഷ്ടതയാകുന്ന ശോധന എന്നേരെ അടിക്കടിയായി കവിഞ്ഞൊഴുകിലും കഷ്ടത സഹിച്ചവൻ തൻകരം നീട്ടിതാൻ എന്നെ അനുദിനം നടത്തിടുന്നു. കഷ്ടത സഹിച്ചവൻ തൻകരം നീട്ടിതാൻ എന്നെ അനുദിനം നടത്തിടുന്നു. എത്രയോ അർത്ഥവത്തായ പ്രത്യാശ നിറഞ്ഞ ഒരു ഗാനമാ. ആമേൻ. അനുഗ്രഹീതനായ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ആമേൻ അഭിഷക്തൻ പാസ്റ്റർ CS മാത്യു അവറുകളാൽ രചിച്ച ഈ മനോഹരമായ ഗാനം ആമേൻ അതേ ലോകത്തിൽ അനേകർ പാടി ആശ്വാസം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ പാട്ട് ചേർന്ന് പാടി ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ആമേൻ ദൈവവചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം. ആമേൻ. ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തിരികെയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും. ചിലരുടെയൊക്കെ വിചാരം കണ്ട ആമേൻ ഇവിടുന്ന് പോകുന്ന മട്ടയില്ല. വെട്ടിപ്പിടിച്ച് മണിസൗധങ്ങൾ ഉണ്ടാക്കി പോരെന്നേ. എവിടുന്നൊക്കെ വെട്ടിപ്പിടിക്കാമോ, എവിടുന്ന് ലോൺ എടുക്കാമോ, എവിടുന്നൊക്കെ മേടിക്കാമോ അവിടുന്നൊക്കെ മേടിച്ച്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? ഇത് കൊറോണ വന്നുകൊണ്ടിരിക്കുക, മൂന്നാമത്തത് വന്നുകൊണ്ടിരിക്കുക. അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടണമെങ്കിൽ തമ്പുരാൻ അനുവദിക്കണം. അത് വായിച്ചു കേട്ട വചനം ഓർത്തോ. ഞങ്ങളുടെ ആയുഷ്കാലം 80 സംവത്സരമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പം 42 പ്രൈസലോ. ഇനിയും ആമേൻ അതേ 38 വർഷം കൂടെ ആമേൻ കഷ്ടി. ഹല്ലേലൂയ. ആമേൻ ഞാൻ എന്നാ പോക്കാ പോന്നേ. ആമേൻ ഇരുന്നത്ര ഇനി ഇരിക്കത്തില്ല. എന്നിട്ട് എൻ്റെ വിചാരം ഇനി ഉണ്ടാക്കണമെന്നാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ അതെ നിന്റെ ആയുസ് നീ എണ്ണി നോക്ക്. ആമേൻ ഏറിയാൽ 80. ഹല്ലേലൂയ. ആമേൻ 80 സംവത്സരം. അങ്ങനെയാണെങ്കിൽ 60 കഴിഞ്ഞോൻ ആമേൻ 20 കൂടി ഇവിടെ ഉള്ളെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്തിരുന്ന പിന്നെ ആട്ടും തട്ടും മുട്ടും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഈ 80 കഴിഞ്ഞോർക്കും ആമേൻ കൊറോണ വൈറസ് വന്ന് ചാകുമോ എന്ന് പേടിയാ. അതുകൊണ്ട് എന്താ ആമേൻ അതെ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ആമേൻ വാക്സിൻ എടുക്കാൻ വേണ്ടി പോയി ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ 99കാരനും ഉണ്ട്. എന്താ കാര്യം? ആമേൻ ഇവിടെ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, കുറച്ചും കൂടെ ഇവിടെ ഇരിക്കണമെന്നാ. സ്വതന്ത്രം പറയത്തില്ല, എനിക്കറിയാം. ആമേൻ ഞങ്ങളുടെ ആയുഷ്കാലം 80 സംവത്സരം. ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവ് നൽകുന്ന ശിഷ്ടായുസ് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിച്ചിട്ട് ആമേൻ അടുത്തൊരു തലമുറയെ നന്നായി വളർത്തി എഴുന്നേൽപ്പിച്ചിട്ട് ആമേൻ ആത്മാവിനെ തന്ന ആ കർത്താവിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിച്ചിട്ട് ആമേൻ പോയി സ്വസ്ഥമായി വിശ്രമിക്കേണ്ട മനുഷ്യൻ ഇവിടെ കുറേ കൂടി ഇരിക്കണമെന്നുള്ള ആമേൻ അത്രപ്പാടിൽ വെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ ആമേൻ അത് ഓടി ആമേൻ അതെ ജീവിതം പാഴായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആമേൻ എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, മാതാവേ, പിതാവേ, അഭിഷക്തനെ ആമേൻ സഹോദര സഹോദരി കൂടപ്പറപ്പേ കുഞ്ഞെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം. ഈ 80 സംവത്സരം എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. ആമേൻ. അത് മുഴുവൻ നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാലും അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് ക്രിസ്തുവിനോട് കൂടെയുള്ള വാസം ആണ്. ഹല്ലേലൂയ. ആമേൻ. ലോകം നേടിയെടുക്കുവാനുള്ളപ്പോൾ ഹല്ലേലൂയ ലോകത്തിലെ നേട്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും വലിയ ബോധത്വമായിരിക്കുമെന്ന് ഇന്ന് രാത്രി പറഞ്ഞാൽ എത്ര പേരത് തിരിച്ചറിഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും.
ഹല്ലേലൂയ. ആമേൻ. നിത്യത നഷ്ടപ്പെടുത്തുന്ന ഈ ലോകത്തിന്റെ പലതും നേടാൻ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിട്ട് നീ ഒരു ആത്മീയനായി ഉയരത്തിലുള്ളത് ചിന്തിച്ച് ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ഭൂമിയിലെ നിന്റെ ശിഷ്ടായുസിന് വേണ്ടുന്നത് അതെ നിനക്ക് നൽകുവാൻ ദൈവം വിശ്വസ്തരാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ആമേൻ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അയ്യോ, ഈ കഷ്ടം മാറ്റിത്തരണേ, ഈ വേദന മാറ്റിത്തരണമേ, ഈ കണ്ണുനീര് മാറ്റണമേ, ഈ പ്രതികൂലം മാറ്റണമേ, ഈ പ്രതിസന്ധി മാറ്റണമേ. അയ്യോ, എന്നെ കൊണ്ട് ഒക്കത്തില്ലേ, അയ്യോ 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 അയ്യോ. സ്വോത്രം പറ, സ്വോത്രം പറ. അയ്യോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ കഷ്ടതയ്ക്കായി സ്തോത്രം, ഈ വേദനയ്ക്കായി സ്തോത്രം, ഈ പ്രതികൂലത്തിനായി സ്തോത്രം, ഈ പ്രതിസന്ധിക്കായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ സ്തോത്രം പറഞ്ഞ് ഒന്ന് ശീലിച്ച് നോക്കിക്കേ. നിന്റെ സ്തോത്രത്തിന് വിലയുണ്ടെന്നുള്ളത് നീ കാണാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്തോത്രം ഒന്ന് ആരാധനയായി ഒന്ന് മാറിക്കേ. ആരാധിക്കുന്നവനെ വിടുവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആരാധിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ബന്ധനങ്ങളെ തകർക്കുവാൻ ഉയരത്തിൽ നിന്ന് അഭിഷേകത്തെ പകരാൻ ദൈവം ശക്തനാ. അഭിഷേകം മുഖത്തെ തകർക്കുന്നതാ. നീ ആമേൻ അതെ കണ്ണുനീരും ദുഃഖവും പേറി കഴിയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് അന്ത്യകാലമാണ്. അത് സകല ജഡത്തിന്മേലും തന്റെ ആത്മാവിനെ പകരുന്ന ദൈവം ഇന്ന് രാത്രി കൂടപ്പുറപ്പെ ഇവിടെ വെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ ഉപരി നിന്റെ മകൻ എഞ്ചിനീയറോ ആമേൻ അതെ പോലീസോ ആമേൻ ആരുമാകട്ടെ, കണ്ടില്ലേ ആമേൻ നല്ല ഉദ്യോഗമുണ്ടായിരുന്ന ഒരു ആങ്കൊച്ചൻ ആമേൻ കാണാൻ നല്ല സൗന്ദര്യമുള്ള പെങ്കൊച്ചിനെ ആമേൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാതെ തകർത്ത് കളഞ്ഞത് ആമേൻ ദൈവമില്ലാതെ ജീവിച്ചാൽ ഇതൊക്കെയാ സംഭവിക്കുക. ആമേൻ ഇവിടെ പോലീസ് ആയില്ലെങ്കിലും ഇവിടെ പട്ടാളമായില്ലെങ്കിലും ഇവിടെ ഒരു ദൈവ പൈതലായി ജീവിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നീ ആകേണ്ടടുത്ത് നിന്നെ എത്തിക്കുവാൻ ശക്തനായ ദൈവം നിന്റെ തലമുറ അവിടെ എത്തിക്കും. ആമേൻ. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അതേ ഉദരത്തിന് ആമേൻ അതെ കൃപ നൽകുമെന്ന് ആമേൻ അതെ ജനിപ്പിക്കുവാൻ അതേ ദൈവം ഉപയോഗിച്ച മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറ നിങ്ങൾക്ക് മുമ്പേ ഇവിടെ നിന്ന് ഇല കൊഴിയുന്നത് പോലെ കൊഴിഞ്ഞു പോകുന്നത് കണ്ട് മാറത്തടിച്ച് കരയേണ്ട ഗതികേട് വരാതിരിക്കാൻ ഇന്ന് രാത്രി അതെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. ഇന്ന് രാത്രിയിലും ഇരുളിന്റെ മറവിൽ പാപത്തെ പാൽ പോലെ സേവിച്ച് ക്രമക്കേട് കാണിക്കുന്ന അനേക യൗവനക്കാര് ഈ ലോകത്തിലുള്ളപ്പോൾ ഇന്ന് രാത്രി നിന്റെ തലമുറ ദൈവഭയമുള്ള തലമുറയാണോ എന്ന് നീ ഒന്ന് ചിന്തിച്ച് ഇന്ന് രാത്രി ആ ക്രമക്കേടിനകത്ത് ആമേൻ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ ആമേൻ അവരെ ഇന്ന് രാത്രി സന്ദർശിച്ച് ആമേൻ ദൈവ ആമേൻ രാജ്യത്തിന് അവകാശിയാക്കി മാറ്റണമേ എന്ന് ആമേൻ ആത്മാർത്ഥമായി നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവ ആമേൻ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവ ഇന്ന് രാത്രി നിന്റെ തലമുറയെ നേരായ പാതയിലേക്ക് ആംഗിളിലേക്ക് തിരിക്കുവാൻ ദൈവവചനത്തിന്റെ ശക്തിയെ അയച്ചു വിടുവിക്കുവാൻ ദൈവം ശക്തിയുള്ളവനാണെന്ന് പറഞ്ഞാൽ എത്ര പേർ കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ആമേൻ. സോദോം ഗൊമോറ നശിക്കാൻ ആമേൻ സമയമായി എന്ന്. ഹല്ലേലൂയ. സോദോമിനെ നശിപ്പിക്കുവാൻ ദൈവം പ്ലാനിട്ടപ്പോൾ ആമേൻ പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനോട് ആമേൻ അതേ ദൂത് പറയുവാൻ ദൈവം തന്റെ ദൂതനെ അയച്ചു. ആമേൻ. ദൂത വന്നിട്ട് പറഞ്ഞത്, അബ്രഹാമേ അതെ നിന്നെ അമേരിക്കയ്ക്ക് അയക്കാൻ പോവാ, ആമേൻ നിന്റെ മക്കളൊക്കെ ലണ്ടനിലേക്ക് പോകാൻ പോവാ, ആമേൻ നിന്റെ കൊച്ചുമക്കൾക്ക് അവിടുന്ന് നന്മ വരാൻ പോവുക. ഇതൊന്നുമല്ല ആമേൻ ദൂതന്മാർ വന്ന് പറഞ്ഞത്. ദൂതന്മാർ വന്നിട്ട് പറഞ്ഞു സോദോമിനെ നശിപ്പിക്കാൻ പോകുകയാ. ആമേൻ. സോദോമിനെ നശിപ്പിക്കാൻ പോകുകയാ. തീയും ഗന്ധകവും ആമേൻ അവിടെ നീ കാണാൻ പോകുകയാ. അയ്യോ ആമേൻ എന്റെ സഹോദരന്റെ പുത്രൻ ആമേൻ ലോത്ത് ആമേൻ അവിടെ ഉണ്ടല്ലോ എന്ന് ആമേൻ അവൻ ആദി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയല്ല ചെയ്തത്. അവൻ ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൂതൻ നേരെ
ആമേൻ അതെ സോദോമിലേക്ക് പോയി. ആമേൻ അതെ ദൂത് ആമേൻ അതെ സോദോമിൽ ലോത്തിന്റെ കാതിലെത്തി. ലോത്തിനോട് പറഞ്ഞു ഓടിക്കോ, ആമേൻ ഈ ദേശം നശിക്കപ്പെടാൻ പോകുക, ഓടിക്കോ. ഇന്ന് രാത്രി നീ പാർക്കുന്ന പട്ടണം, നീ പാർക്കുന്ന ദേശം ആമേൻ ക്രമക്കേട് കൊണ്ട് ആമേൻ മലിനമായി കൊണ്ടിരിക്കുമ്പോ ആമേൻ അതിനകത്ത് നിന്ന് നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സഹോദര സഹോദരി കുഞ്ഞെ മാതാവേ പിതാവേ, ആ ക്രമക്കേടിനകത്ത് അകപ്പെട്ട് സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും വേരും കൊമ്പും ശേഷിക്കാതെ അത് താളടിയാകുന്ന അഗ്നി നരകത്തിൽ നീ എത്താതിരിക്കുക. അതിനു മുമ്പ് നീ രക്ഷ പ്രാപിക്കുവാൻ അത് നിന്റെ കാതിൽ ഇന്ന് രാത്രി കേൾപ്പിക്കുന്ന രക്ഷയുടെ സന്ദേശത്തെ അതെ നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി അതെ ഇനി നിനക്ക് കേൾക്കാൻ നിനക്ക് ആയുസ് ഉണ്ടാകുമോ എന്നറിയത്തില്ല. ആമേൻ പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാകുമോ എന്നറിയത്തില്ല. കാരണം അങ്ങനെയാ ഇന്നത്തെ സ്ഥിതി. ഹല്ലേലൂയ. ആമേൻ അതെ കൊറോണ വൈറസ് ആമേൻ മൂന്നാമത്തെ വകഭേദം ആമേൻ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് ഇന്ന് പകല് ഞാൻ ടൗണിൽ പോയപ്പോ ടൗണിൽ നിന്ന് പറഞ്ഞത് ഇവിടെ അടുത്ത് ആമേൻ മൂന്നാമത്തെ ആമേൻ കൊറോണയുടെ വൈറസ് വന്നിട്ടുണ്ടെന്ന്. ആമേൻ അവിടെയൊക്കെ ക്വാറന്റൈനായിട്ട് അവിടെയൊക്കെ അടച്ചു പൂട്ടിയിരിക്കുകയാ. ആമേൻ അതെ അടച്ചു പൂട്ടി ആമേൻ മണ്ണിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ മനുഷ്യന്റെ സമ്പർക്കത്തിലൂടെ ആമേൻ മനുഷ്യനെ നേരിട്ട് കാണാൻ പോലും ഒക്കാത്ത നിലയിൽ അനേകര് കണ്ണീരും ദുഃഖവും പേറി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അത് മുഴുവൻ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാലും ഹല്ലേലൂയ അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് ക്രിസ്തുവിനോട് കൂടെയുള്ള വാസമാണ്. ഹല്ലേലൂയ. ലോകം നേടിയെടുക്കുവാനുള്ളപ്പോൾ ലോകത്തിലെ നേട്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും വലിയ മോക്ഷത്വമായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിനക്കുള്ളതല്ലോ. പ്രൈസ് ദി ലോർഡ്. പൗലോസോ അപ്പൊല്ലോസോ ആമേൻ അതെ കേഫാവോ ലോകമോ ജീവനോ മരണമോ ആമേൻ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും അതെ നിങ്ങൾക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ. ആമേൻ. ക്രിസ്തു ദൈവത്തിനുള്ളവർ. ഹല്ലേലൂയ. ആമേൻ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ പ്രാപിക്കുവാൻ വേണ്ടി ഇവിടെ ആമേൻ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആമേൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയോ അല്പം സന്തോഷത്തിന് വേണ്ടിയോ നിത്യജീവൻ നഷ്ടമാക്കുന്ന അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ പ്രഥമ അപ്പോസ്തലന്മാരിൽ ഒരുവൻ നിത്യജീവന് പകരം ഒരു സഞ്ചി ആമേൻ അതെ പണം തെരഞ്ഞെടുത്തതായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. അതെ മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 14, 15, 16 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അന്ന് പന്തിരൊരുവരിൽ ഒരുത്തനായ യൂദാ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ എന്ത് തരും? ആമേൻ. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ പൊന്നു പാസ്റ്ററെ ഇതൊക്കെ നിർത്തിയിട്ട് ഇവിടെ വല്ലതും കിട്ടുന്ന കാര്യം വല്ലതും പറ. ഞാനാണെങ്കിൽ ആമേൻ ടിക്കറ്റ് എടുത്ത് അടിക്കോ എന്ന് നോക്കിയിട്ടിരിക്കുകയാ. കാശ് പോകുന്നതല്ലാതെ ഇതുവരെ ഭാഗ്യം തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത ലോട്ടറി വല്ലതും അടിക്കുമോ എന്ന് വല്ലതും പറ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അമേ ഞാൻ വാങ്ങിക്കാനിരിക്കുന്ന വസ്തു വാങ്ങിയ ലാഭം കിട്ടുമെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പണിയാനിരിക്കുന്ന വീടിന്റെ പണി എന്ന് പൂർത്തീകരിക്കുമെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 1 നിലയാണോ 2 നിലയാണോ പണിയാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോയി വല്ല പണിയുണ്ടോ എന്ന് നോക്ക്. ആമേൻ. വല്ല പണിയാന്റെയും ആമേൻ ജോസിന്റെ ഒക്കെ അടുത്ത് പോയിട്ട് നീ കബഡി തരത്തിയിട്ടൊക്കെ നോക്ക്. അവര് പറയും ആമേൻ എന്തോ 2 നിലയോ 3
നിലയോ 4 നിലയൊക്കെ പണിയാൻ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ അതെ അന്ന് 12 രൂപയിൽ ഒരുത്തനായ യൂദാ ഇസ്കറിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ എന്ത് തരുമെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഇതുപോലെ കർത്താവിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ചോദിക്കുന്നവരുണ്ട്. കർത്താവേ, ഞാൻ ഇറങ്ങിയിട്ട് കുറെ കാലമായി. ആമേൻ. ഞാൻ പാടാൻ തുടങ്ങിയിട്ട്, ഞാൻ കരയാൻ തുടങ്ങിയിട്ട്, ഞാൻ ഉരുളാൻ തുടങ്ങിയിട്ട്, ഞാൻ മറിയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കുഞ്ഞെ, നീ മറിഞ്ഞിട്ടും കാര്യമില്ല, നീ തുള്ളിയിട്ടും കാര്യമില്ല. നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്ന് സത്യവചനം വായിച്ച് ഗ്രഹിച്ച് അവനെ അനുസരിച്ച് ജീവിക്കാൻ നോക്ക്. സ്വർഗത്തിലെ ദൈവം നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തെന്ന്. ആമേൻ. അരുമനാഥനെ തൂക്കിക്കൊടുത്തിട്ട് കാശ് മേടിച്ച് ജീവിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ഒരുത്തനുണ്ടായിരുന്നെന്ന് അവനെക്കുറിച്ച് എൻ്റെ കർത്താവ് പറയുന്നത് ആ നാശയോഗ്യനല്ലാതെ ഒരുത്തനും നശിച്ചു പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അവൻ പണക്കൊതിയൻ അപ്പനെ കൊന്നിട്ടായാലും ഭാര്യയെ കെട്ടിത്തൂക്കിയിട്ടായാലും കത്തിച്ചിട്ടായാലും മകളെ വിറ്റിട്ടായാലും കാശിനു വേണ്ടി അമ്മൻ ക്രമക്കേട് കാണിക്കുന്നവരുടെ അന്ത്യം ഇതുപോലെ ആയിരിക്കും. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിത്യതയിൽ നിന്നെ എത്തിക്കുവാൻ കഴിയുന്ന ഉൾനട്ട വചനത്തിന്റെ ശ്രോതാവേ, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലെ ക്രമക്കേടിനെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന കരുണാമയനായ ദൈവത്തിന്റെ അഗ്നിജാലയ്ക്കൊത്ത കണ്ണ് ഇന്ന് രാത്രി നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാ. സകല ക്രമക്കേടുകളും പൊക്കിക്കൊണ്ടിരിക്കുകയാ, സകലരും തകർന്നുകൊണ്ടിരിക്കുകയാ. എന്നാൽ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ നീതിയുള്ള കരം ഇന്ന് രാത്രി നിന്നെ നിർമ്മല മനസാക്ഷി കുടമയാക്കി മാറ്റുന്ന ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി സകല ക്രമക്കേടിനോടും വിട പറയുവാൻ നീ തയ്യാറാണെങ്കിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമേറ്റയോ നിന്നെ പിന്തുടരത്തക്ക വിധത്തിൽ നല്ല ഇടയനാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി കൂരിരുളിന്റെ അനുഭവത്തിലൂടെയാണ്, മരണനിഴലിന്റെ താഴ്വരയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ ഇറങ്ങി വന്ന് തള്ളയാടിനെ എടുത്ത് മാർവോട് ചേർത്ത് പിടിച്ച് നല്ല ഇടയൻ നടത്തുന്നത് പോലെ നടത്തുവാൻ, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ദൈവപുത്രന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുക. ഹല്ലേലൂയ. ആമേൻ. അന്ന് മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇങ്ങനെ തക്ക അവസരം അന്വേഷിച്ച് നോക്കി നടക്കുന്നവര്. എവിടെയെങ്കിലും കിട്ടിയ 2 എണ്ണം പൊട്ടിച്ചിട്ടേ അടങ്ങുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും വെച്ച് അവനെ കണ്ടാൽ 2 പറഞ്ഞിട്ടേ ഉള്ളൂ. അവളെ കണ്ടാൽ 2 കൊടുത്തിട്ടേ ഉള്ളൂ. നീ കൊടുക്കുമ്പം ഒന്ന് ചിന്തിച്ചോണം, അപ്പുറത്തുനിന്ന് നിനക്ക് പൊങ്ങാൻ പറ്റാത്ത നിലയിൽ നിന്ന് ഉയരത്തിൽ നിന്ന് തമ്പുരാൻ നിന്റെ ഉച്ചി നോക്കി ഇടിക്കും. അത് വേണ്ടോ എന്ന് നീ തീരുമാനിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അരുമനാഥൻ പത്രോസിനോട് പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രതികാരം യഹോവയ്ക്കുള്ളതാ. ആമേൻ. ഇന്ന് രാത്രി അടങ്ങി ഒതുങ്ങി ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ നീ ഇരിക്കാമെങ്കിൽ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവാനാ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 6-ാം വാക്യം. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ. ഈ പുള്ളിക്കാരൻ, അതായത് ഈ ഇസ്കറിയോത്ത് യൂദയെ പോലെ ക്രമക്കേട് കാണിക്കുന്ന ഒത്തിരി പുള്ളികളുണ്ട് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ പുള്ളിയുടെ കൂടെ കൂടി ജീവിതം അവസാനിപ്പിക്കരുതേ. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ താങ്കളും കൂടെ എടുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ സന്ദേശം കാതുകളിൽ എന്ത് ചെയ്യുന്നത്, കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായിരിക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബന്ധനമില്ലാത്ത ശക്തി ചില കുടുംബങ്ങളെ, ചില തലമുറകളെ, ചില കൂടപ്പിറപ്പിനെ അത് സന്ദർശിച്ചു കൊണ്ടിരിക്കുക, വിടുവിച്ചു കൊണ്ടിരിക്കുകയാ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ആമേൻ. ഏശാവ് വെളിംപ്രദേശത്ത് നിന്ന് വന്ന് അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. ഹല്ലേലൂയ. പകൽ മുഴുവന്, ഇപ്പോഴാണെങ്കിൽ ഇച്ചിരി ഇളവൊക്കെ കിട്ടിയിരിക്കുക. ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോകാം, കടയുള്ളവർക്ക് കട തുറക്കാം, പിന്നെ ടാപ്പിങ്ങിന് പോകാം, മഴയില്ലെങ്കിൽ കേട്ടോ. ആമേൻ. ഇങ്ങനെ പലയിടങ്ങളിൽ പലരും അത്യാവശ്യമൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. സൂക്ഷിച്ചോണം. ആമേൻ. എപ്പോഴാണ് കൊറോണ പിടിക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല. ആമേൻ. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ച് ഏശാവ് വെളിംപ്രദേശത്ത് നിന്ന് വന്ന് അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. ഈ അവസരം നോക്കിയിരിക്കുന്ന വിദ്വാൻമാരെ, ആമേൻ, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവന് ഏതോ ആമേൻ ചുവന്നവൻ എന്ന പേരായി. ആമേൻ. നോക്കണേ. ഹല്ലേലൂയ. നിന്റെ ആ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. നോക്കണമേ, അവൻ്റെ ആ ജ്യേഷ്ഠാവകാശത്തിന് ഒരു വിലയില്ലെന്ന് അവന് തോന്നുന്നേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് ഇതുപോലെയുള്ള കുറേ പേരുണ്ട്. ആമേൻ. നിനക്കൊരു വിലയുണ്ടെന്ന്. ഈ കഴിഞ്ഞ ദിവസം ആമേൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അനുഗ്രഹീതനായ ഒരു അഭിഷക്തൻ ആമേൻ ദൈവവചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു ചിന്ത ഇങ്ങനെ പറഞ്ഞു. ആമേൻ. ഒരു മനുഷ്യന് ആമേൻ 3 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 3 ലക്ഷം രൂപയുടെ കടം ആമേൻ തനിക്ക് വീട്ടാൻ നിർവാഹമില്ലാഞ്ഞിട്ട് അദ്ദേഹം ഒരു കയറ് മേടിച്ചിട്ട് തൂങ്ങി മരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നിപ്പോൾ കയറിന് നീട്ടമില്ലെങ്കിലും അത് തൂങ്ങി മരിക്കാമെന്ന കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇത് കണ്ടില്ലേ, ഇതുപോലുള്ള കർച്ചീഫ് മതിയെന്ന തൂങ്ങി മരിക്കാൻ. ആമേൻ. ഞാൻ പറയുന്നതല്ല, മീഡിയയിലൂടെ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ആമേൻ. എന്നാൽ ആമേൻ ട്രെയിൻ ഓടുന്ന സമയമായതുകൊണ്ട് ആമേൻ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ പരിപാടി അങ്ങ് ഉപേക്ഷിച്ചു. ഏതാ കെട്ടിത്തൂങ്ങുന്ന പരിപാടി അങ്ങ് ഉപേക്ഷിച്ചു. ആമേൻ. ഇതുപോലെ ചിലരൊക്കെ ഉപേക്ഷിച്ചവർ ഇന്ന് രാത്രി ഇതിനകത്ത് കേൾക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. ആമേൻ. അങ്ങനെ ആമേൻ ഈ അടുത്തൊരു പരിപാടി അവൻ്റെ അകത്തേക്ക് വന്നു. എന്താണെന്നറിയാമോ? ഓടുന്ന ട്രെയിനിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തീരൂലോ, ചിന്ന ഭിന്നമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആമേൻ ഇഞ്ചിയും പുളിയും മാങ്ങയും ആമേൻ മുളകും ഒക്കെ വെച്ച് ചമ്മന്തി ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ഓടി വരുന്ന ട്രെയിനിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടിയ അതോടെ തീരൂലോ എന്നോർത്ത് അദ്ദേഹം ഇങ്ങനെ ചൂളം വിളിച്ചു കൊണ്ടുവരുന്ന ട്രെയിനെ ലക്ഷ്യമാക്കി ട്രെയിൻ പാളത്തിലേക്ക് ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ട്രെയിൻ പാളത്തേക്ക് ചെല്ലുമ്പോൾ ആമേൻ ഒരു മനുഷ്യനെതിരെ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ആമേൻ ഈ വെപ്രാളം എല്ലാം കണ്ടിട്ട് ചോദിച്ചു, താങ്കൾ എങ്ങോട്ടാ? അപ്പോൾ ഞാൻ ആമേൻ എന്ത് ചെയ്യാൻ പോവാ? 3 ലക്ഷം രൂപയുടെ കടമുണ്ട്, അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, നിന്റെ ആമേൻ 3 ലക്ഷം രൂപയുടെ കടത്തിന് വേണ്ടി നീ ചാകേണ്ട കാര്യമൊന്നുമില്ല, നീ മരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 3 ലക്ഷം രൂപ വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇന്ന് രാത്രി നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാവിലെ ഞാൻ ചിലർക്കൊക്കെ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ്റെ ആമേൻ വീഡിയോ ആയിരുന്നു. ആമേൻ കിട്ടിയവരുണ്ടോ? ഉണ്ടെങ്കിൽ അതെ, നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം അയച്ചു തരാം. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറിയ സന്ദേശമാണ്. ആമേൻ. ഞാൻ പറഞ്ഞു വരട്ടെ, ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. ഈ മനുഷ്യൻ ആമേൻ ഈ റെയിൽവേ ട്രാക്കിലേക്ക് 3 ലക്ഷം രൂപ വീട്ടാൻ ആമേൻ നിർവാഹമില്ലാഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നിന്ന ഈ മനുഷ്യനോട് അദ്ദേഹം പറഞ്ഞു, അതേ സുഹൃത്തെ, താങ്കളുടെ ആമേൻ 2 കിഡ്നി ഉണ്ടല്ലോ, ആമേൻ ഈ കിഡ്നി ആവശ്യമുള്ള ആമേൻ ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു കിഡ്നിക്ക് ഏതാണ്ട് ആമേൻ അതെ 1 ലക്ഷം രൂപ അടുത്ത് വരെ തരാൻ ആളുകളുണ്ട്. നിന്റെ 2 കിഡ്നിയും കൂടെ കൊടുത്താൽ 2 ലക്ഷം രൂപ കിട്ടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്നെ ആമേൻ നിന്റെ കരള് ആമേൻ അത് കൊള്ളാമെങ്കിൽ ആമേൻ ഈ കരളിന് വേണ്ടി ആമേൻ ആവശ്യമുള്ള കുറച്ച് പേരുണ്ട്. നീ മുഴുവനും കൊടുക്കണ്ട, അല്പം കൊടുത്താൽ മതി, അതിന് കിട്ടും 1 ലക്ഷം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവന്റെ 3 ലക്ഷം കടം വീടിയേ, പിന്നെ തീർന്നില്ല. ആമേൻ. നിന്റെ കണ്ണുണ്ടല്ലോ, ഒരു കണ്ണ് കൊടുത്താൽ അതിനും കിട്ടും ആമേൻ ഇതുപോലെ ലക്ഷം. ആമേൻ. ആകെ മൊത്തം ടോട്ടൽ ഇവന് 3 ലക്ഷമേ കടമുള്ളൂ. ആമേൻ. ഇദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ
ചോദിച്ചപ്പോൾ ഏതാണ്ട് കണക്ക് കൂട്ടിയപ്പോൾ ഏതാണ്ട് 10-20 ലക്ഷം രൂപയുടെ വില ഇവന്റെ ശരീരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആത്മഹത്യ മാത്രമേ നിന്റെ മുമ്പിലുള്ളൂ. ആമേൻ. ഈ വീട്ടാൻ ഇനി വഴിയില്ല, ഇനി ജീവിക്കാൻ ഗതിയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, കടമെടുത്ത് പറഞ്ഞതാണെങ്കിലും അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ദൈവവൈതലേ, ഒരു ആത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. ഇന്ന് രാത്രി കാൽവറിയിൽ ആമേൻ നിനക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിന്റെ വില നീ ഒന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കടത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന യേശുവാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നീ ക്രമക്കേട് കാണിച്ച കടം വീട്ടാൻ വേണ്ടി എൻ്റെ ദൈവം ആമേൻ വലിയവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ആമേൻ നിന്റെ ബുദ്ധിമുട്ട് തീർത്തു തരാമെന്ന് പറഞ്ഞത് അവനെ അനുസരിക്കുന്നവരോടാ. ആമേൻ, നീ ദുഷ്ടന്റെ കൂടെ കൂടി പാവിയുടെ കൂടെ കൂടി ക്രമം കെട്ട ജീവിതത്തിന് ഉടമയായിട്ട് നീ ഓടിച്ചെന്ന നിന്റെ കടം വീട്ടാന്നൊന്നും സത്യവേദ പുസ്തകത്തിനകത്ത് എവിടെ ഞാൻ വായിച്ചു കണ്ടില്ല. ആമേൻ, നീ കൊണപ്പെട്ടാൽ, നീ ദൈവ പൈതലായാൽ, നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം നിന്റെ ബുദ്ധിമുട്ട് മാറ്റും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതിന് യേശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെന്ന് പറഞ്ഞു. ആമേൻ. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവനോട് സത്യം ചെയ്ത് തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് എന്ത് ചെയ്തു? വിറ്റെന്ന്. ആമേൻ. ഇന്ന് ഇതുപോലെയുള്ള ആളുകളുണ്ട്. എടോ, അതെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ആമേൻ. അതെ, ആ വസ്തുവിൻ്റെ ആമേൻ ആ അടിയാധാരം എടുത്തിങ്ങ് തന്നേര്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇങ്ങനെയൊക്കെ കബളിപ്പിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ആമേൻ. യാക്കോബ് ഏശാവിന് അപ്പവും പയറ് കൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ചു പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആമേൻ നിനക്കൊരു സ്ഥാനമുണ്ട്, നിനക്കൊരു വിലയുണ്ട്, നിനക്കൊരു പൊസിഷൻ ഉണ്ട്. ആമേൻ. ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ആമേൻ ഒരു ഇമേജ് ഉണ്ട്. അത് നീ കളയാൻ നീ ആയിട്ട് എന്ത് ചെയ്യരുത്? ഇടയാകരുത്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. നിനക്ക് നിന്റെ വീട്ടിൽ മൂത്ത സ്ഥാനമുണ്ടെങ്കിൽ ആ മൂത്ത സ്ഥാനത്ത് നിന്ന് നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിന്നെ ബഹുമാനിക്കുന്നവരുണ്ടാകുമെന്ന്, നിന്നെ ആദരിക്കുന്നവരുണ്ടാകുമെന്ന്, നിന്നെ മാനിക്കുന്നവരുണ്ടാകുമെന്ന്. പക്ഷെ നിന്റെ ആ സ്ഥാനത്തെ ആ വിലയെ നീ പുച്ഛിച്ചാൽ നിന്നെ ആമേൻ ചവിട്ടി, അതെ, ആ ഉപ്പും ചാക്ക് ചവിട്ടുന്ന പോലെ ചവിട്ടി മെതിച്ച് കളയുന്ന. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി നിനക്കുള്ള വിലയെ നീ തിരിച്ചറിയാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായം 16-17 വാക്യം. ആമേൻ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ആരും ഊണിന് ആമേൻ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്കറിയാം സ്വോത്രമൊന്നും വരത്തില്ല. ആമേൻ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇടം കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് രാത്രി ആ അറിയാതെ പോകരുത് കേട്ടോ. ആ അറിവുള്ളവർ ഒന്നും കൂടെ ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനം 12-ാം അധ്യായം 16-17 വാക്യം. ആമേൻ. അതിന്റെ 17-ാം വാക്യം ആരെങ്കിലും ഓൺലൈനിലുള്ളവരൊന്ന് ശബ്ദം ഉയർത്തി വായിച്ചാൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എബ്രായ ലേഖനം 12-ാം അധ്യായം 17-ാം വാക്യം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായം 17-ാം വാക്യം. അവൻ പിന്നത്തെ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിനിടം കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ചുമ്മാ ഇരുന്ന് കുറെ കരഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇടം എന്ത് ചെയ്തില്ല? കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ഭൂമിയിലെ എല്ലാ ആനന്ദങ്ങൾക്കും സമ്പത്തിനും ഭൗതികമായ സമ്പത്തിനും ഉപരിയായി എല്ലാവരും തൻ്റെ ആത്മാവിനെ തെരഞ്ഞെടുക്കണമെന്ന് സ്വർഗത്തിലെ വലിയവനായ ദൈവം ആഗ്രഹിക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് അതിന്റെ സമ്പത്തിനും ആനന്ദത്തിനും നിത്യജീവൻ നൽകുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ അത് നൽകുവാൻ ഉലകത്തിലെ ഒരു മനുഷ്യാത്മാവിനും കഴിയത്തില്ല. ഹല്ലേലൂയ. നിത്യജീവൻ മാത്രമേ മനുഷ്യാത്മാവിനെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സീരിയൽ കണ്ടില്ല ഉറക്കം വരാത്തവരുണ്ട്. സിനിമ കണ്ടില്ലെങ്കിൽ ഉറക്കം വരാത്തവരുണ്ട്. ഈ ലോകത്തിലെ സിനിമയും ഈ ലോകത്തിലെ സീരിയലും ഒക്കെ കാണുന്നവരോട് എനിക്ക് പണക്കമൊന്നുമില്ല. നിങ്ങൾ കണ്ടോ? പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതിൽ അഭിനയിച്ചവരൊക്കെ സ്വസ്ഥതയില്ലാതെ തീർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നീയും അതുപോലെ തീരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടോണ്ടിരുന്നു. അല്ല, നിത്യജീവനെ അവകാശിയാക്കാൻ നിത്യജീവന്റെ മൊഴികൾ അടങ്ങിയ സത്യവേദപുസ്തകം വായിച്ചവരെല്ലാം ദീർഘായുസോടെ ഇവിടെ ഇരുന്ന് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ആയുസോടെ ആരോഗ്യത്തോടെ ഇവിടെ ഇരുന്ന് ജീവിക്കുവാൻ ദൈവം അവസരം കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമടങ്ങിയ സത്യവേദപുസ്തകം നീ ഒന്ന് വായിക്കുക. നിന്റെ കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് വായിച്ചോ. നീ വായിച്ചോ, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ആ വാർദ്ധക്യ സഹജമാകുന്ന ക്ഷീണം വരുമ്പോ നിന്നെ ചുമക്കുന്ന ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന PV ആശാരി ഉപദേശി എന്ന് പറയുന്ന ആശാരി ഉപദേശി അപ്പച്ചന്റെ മെസ്സേജ് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ആ ആശാരി ഉപദേശി അപ്പച്ചൻ അത് വിദേശത്ത് അമേരിക്ക ചെല്ലാൻ അവസരം കിട്ടിയപ്പോ അദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടെ ടേബിളിന്റെ മേളിൽ കയറിയിട്ട് അത് തലയില് ബൈബിള് വെച്ചിട്ട് പറഞ്ഞെന്ന്, ഞാനിത് കേരളത്തില് കൈ പിടിച്ചോണ്ട് നടന്നപ്പോ ദൈവം എന്നെ ഇവിടെ എത്തിച്ചു, എന്നാൽ ഇവിടെ ഞാൻ തല വെച്ചോണ്ടിരുന്ന ഇതിനപ്പുറത്ത് എത്തിക്കുന്നു. ഹല്ലേലൂയ. അതൊരു മോക്ഷത്വമായി തോന്നിയാലും അപ്പച്ചന്റെ ഹൃദയത്തില് ആ വാഞ്ച കൊണ്ട് അപ്പച്ചൻ പറഞ്ഞതാ. ഇന്ന് രാത്രി ഈ സത്യവേദ പുസ്തകം എടുത്തവരാരും അതെ അനുഗ്രഹിക്കപ്പെടാതിരുന്നിട്ടില്ല. അതെ, നമ്മുടെ നാട്ടില് റാന്നി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. റാന്നിയില് ഒരുപാട് ക്രമക്കേട് കാണിക്കുന്ന ആൾക്കാര് അതെ കുറച്ച് പേരെ തടഞ്ഞു നിർത്തി പാലത്തിന്റെ മേളിൽ വെച്ച് ബൈബിള് കത്തിക്കുകയൊക്കെ ചെയ്തു എന്നിങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതോടുകൂടെ ആ പാലത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം എന്ത് ചെയ്തു? ഇന്നും അത് ചരിത്രത്തിൽ സാക്ഷ്യമായി നിൽക്കുന്നുവെന്ന് അറിയാവുന്നവരുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ദൈവത്തോട് മറുതലിക്കാൻ നിൽക്കരുത്, സത്യവചനത്തോട് മറുതലിക്കാൻ നിൽക്കരുത്, ആത്മാവിനോട് കളിക്കാൻ നിൽക്കരുത്. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ മജ്ജകളെ വരെ തുളച്ചു ചെല്ലുന്നത് വരെ അത് ഇന്ന് രാത്രി നിന്നോട് ഇടപെടുന്ന ദൈവവചനത്തിന് മുമ്പിൽ നിന്നെ വിധേയപ്പെടുത്തുവാൻ നീ തയ്യാറായ നിന്റെ അതിരുകളെ വിസ്താരമാക്കി നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ ദൈവശക്തര. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 3:15 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. തീർച്ചയായും ഇത് വേദപുസ്തകത്തിന്റെ ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. പാപത്താൽ നശിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവരോട് ദൈവത്തിന് കരുണയും മനസ്സിലും തോന്നിയെന്ന്. അങ്ങനെയെങ്കിൽ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇന്ന് രാത്രി അത് നിന്റെ തകർച്ച കാണാൻ നോക്കി നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പാകെ നിന്നോട് കരുണ കാണിച്ച് നിന്നോട് മനസ്സലിഞ്ഞ് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആർ യു റെഡി? നീ തയ്യാറാണെങ്കിൽ എന്റെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. അവിടെ തടിപ്പിണരുകളെ സൗഖ്യം വന്നിട്ടുണ്ട്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നത് അവരുടെ നന്മ കണ്ടല്ല, അവർ സ്നേഹം അർഹിക്കുന്നത് കൊണ്ടുമല്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കുക എന്നത് ദൈവത്തിന്റെ സ്വഭാവമായതുകൊണ്ട് ദൈവം മനുഷ്യരെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 34:6-7 യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയുമുള്ളവൻ. ഹല്ലേലൂയ. അതെ, മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:8 സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ദൈവത്തിന്റെ സ്നേഹം വെറും വാക്കുകളിലല്ല, പ്രവൃത്തിയിലൂടെയാണ്. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനെ ഒരിക്കലായി എന്നേക്കുമായി നൽകിയതിലൂടെ അത് ദൈവം തെളിയിച്ചു.
സ്നേഹിച്ചു. ആമേൻ. ഭാര്യയുടെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങുമ്പം വെട്ടിക്കൊല്ലുന്ന ഭർത്താവ് ആമേൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ആമേൻ. അതെ, ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്നിട്ട് ഐ ലവ് യു എന്ന് എഴുതിയത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ലെന്ന്. ഹല്ലേലൂയ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ. അതെ, അബ്രഹാമിന് ആമേൻ സാറ സകലത്തിലും കീഴടങ്ങി യജമാനനെ എന്ന് വിളിച്ചതുപോലെ ഹല്ലേലൂയ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. അല്ലാത്തടത്തൊക്കെ തകർച്ചയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം അതെ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണമിടയായി. തിമോഥെയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, മുമ്പേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ആമേൻ ദോഷിതരും അന്യനും പകയ്ക്കുന്നവരുമായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നല്ലോ. ആമേൻ. ഭാര്യ ഭർത്താവിനെ പഴിക്കും, ഭർത്താവ് ഭാര്യയെ പഴിക്കും. പിന്നെ ഇതിനിടയിലുണ്ടായ മക്കൾ പിന്നെ പഴിച്ചില്ലെങ്കിലേ പറയാനുള്ളൂ. അതുകൊണ്ട് അന്യോന്യം അത് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് സൗഖ്യം വരുമെന്ന് സത്യവചനം പറയുമ്പോൾ സാത്താൻ പറയും, നീ പഴിച്ചോ, നീ പൊരുതിക്കോ. ആമേൻ. അങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണ പ്രകാരം അത്രേ രക്ഷിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ ആമേൻ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഹല്ലേലൂയ ആമേൻ ഈ ലോകത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ അയച്ചത് അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ആമേൻ. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ ആമേൻ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം ഒരു ജാതിക്ക് വേണ്ടി മാത്രമല്ല, യഹൂദന്മാർ ചിന്തിക്കുന്നത് പോലെ മുഴുവൻ മനുഷ്യവർഗത്തിനും വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് 2 കൊരിന്ത്യർ 5:19 നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത്രേ ഇന്ന് രാത്രിയിലും ഈ സന്ദേശം ഈ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം അതേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. ഹല്ലേലൂയ. 1 തിമോഥെയോസ് 2:3-4 വാക്യങ്ങളിൽ അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. അതേ സഹോദര, അതേ സഹോദരി, അതേ മാതാവേ, അതേ പിതാവേ, അതേ കൂടപ്പുറപ്പേ, അതുകൊണ്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്. ആമേൻ. കർത്താവ് വരാന്ന് പറഞ്ഞിട്ട് കവിളിപ്പിക്കൊന്നുമല്ല. ആമേൻ. ചിലരും കൂടെ അതെ നിന്റെ ഭാര്യയും കൂടെ, നിന്റെ ഭർത്താവും കൂടെ, നിന്റെ മക്കളും കൂടെ, നിന്റെ അപ്പനും കൂടെ, നിന്റെ അമ്മയും കൂടെ, നിനക്കുണ്ടാകാനിരിക്കുന്ന കുഞ്ഞും കൂടെ നിത്യതയിൽ എത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ നിത്യജീവൻ യേശു ക്രിസ്തുവിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ രക്ഷപ്പെട്ടവരാണോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? അയ്യോ, ഈ ചോദ്യം ഇന്ന് രാത്രിയിലും ചോദിക്കുകയാണോ? ഞങ്ങളൊക്കെ എന്നേ രക്ഷിക്കപ്പെട്ടവരാ, പക്ഷെ ഒരു ഗുണവും ഇല്ലെന്ന് ഈ പറച്ചിലല്ലാതെ ജീവിതത്തിൽ വല്ല ഗുണമുണ്ടെങ്കിൽ ആമേൻ അതെ മൾട്ടിപ്ലിക്കേഷൻ നടന്നതിന് എങ്ങനെയാ? ആമേൻ. പത്രോസ് ഒന്ന് മാനസാന്തരപ്പെട്ട് ഒറ്റ പ്രസംഗം നടത്തിയപ്പോൾ 3000 പേരാണ് നിത്യതയ്ക്ക് വേണ്ടി വേർതിരിയപ്പെട്ടത്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളാണെങ്കിൽ ആമേൻ അവരുടെ ജീവിത
ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച്, അതിനെ നിത്യനാശത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാമെന്ന് മറ്റുള്ളവരെ എന്ത് ചെയ്യണം? അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ ഞാൻ ഇന്ന് എണ്ണി നോക്കി, ഏതാണ്ട് 500 ചില്ലുവാനം പ്രസംഗങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ 2 കൊല്ലത്തിനിടയിൽ 500 ചില്ലുവാനും വീഡിയോ. ഇന്ന് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. 500 ചില്ലുവാനും വീഡിയോ. ഹല്ലേലൂയ. ദൈവവചനം പ്രസംഗിക്കാൻ ഈ വീഡിയോയിലൂടെ, ഈ മാധ്യമത്തിലൂടെ ദൈവം കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇത് കൂടാതെ ഓരോ പകലും ഓരോ രാത്രിയിലും ദൈവവചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെയും തികഞ്ഞ സമാധാനത്തോടെയും ജീവിക്കും. കാരണം നിങ്ങൾ ഒരാത്മാവിനെ നശിക്കുന്നതിൽ നിന്ന് രക്ഷിച്ച് നിത്യതയുടെ തുറമുഖത്തിലേക്ക് എത്തിക്കുന്ന ശുശ്രൂഷയിലാണ് വ്യാപൃതരാകുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇവിടെ വെട്ടിപ്പിടിച്ച് തകർന്ന് തരിപ്പണമാകാൻ അനേകര് നെട്ടോട്ടമോടുമ്പോൾ നിത്യതയിൽ എത്തുവാൻ ഉതകുന്ന ജീവന്റെ വചനം നീ വായിച്ചിട്ട്, നീ ഒന്ന് രക്ഷ പ്രാപിച്ചിട്ട്, നിന്റെ അയൽവക്കക്കാരും നിന്റെ കൂടപ്പുറപ്പും നിന്റെ മക്കളും നിന്റെ പ്രിയപ്പെട്ടവരും കൂടെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി നീ ഇത് പറയുന്നത് പോലെ ജീവിച്ചൊന്ന് കാണിക്കാൻ തയ്യാറായാൽ നീ പ്രസംഗിച്ചില്ലേലും നിന്റെ ജീവിതം കണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭർത്താക്കന്മാർ ചേർന്ന് വരാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പൊന്നു പാസ്റ്ററെ, ഇങ്ങേരൊന്നും വരുന്ന പരിപാടിയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ കർത്താവ് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല, പിന്നെ എൻ്റെ ഭർത്താവ്, അല്ലേ? കർത്താവ് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല, പിന്നെ എൻ്റെ ഭർത്താവ് വരാൻ പോകുന്നേ. ഹല്ലേലൂയ. മുൻവിധിയൊക്കെ എടുത്തു മാറ്റിയിട്ട് ഇന്ന് രാത്രി ആ സാഷ്ടാംഗം ആ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഒന്ന് വീണ് യഥാർത്ഥമായിട്ടൊന്ന് മാനസാന്തരപ്പെട്ട് ഒന്ന് കരയാൻ തയ്യാറായിക്കേ. നിന്റെ കണ്ണുനീരിന് മറുപടിയായി ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ കണ്ണാലെ കാണുവാൻ തക്കവണ്ണം ഇടയാകും. ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കേട്ട വചനത്തിന് മുമ്പ് സമർപ്പിക്കാം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. നീ ഓടിയതും നീ അധ്വാനിച്ചതും നീ വെട്ടിപ്പിടിച്ചതും ഒക്കെ വെറുതെ ആയി പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ സന്തോഷമുള്ളവർ കരമുയർത്തി ഒരു ഹാലലുയ പറഞ്ഞാട്ട്. ഹാലലുയ. നിങ്ങൾ പരാജയപ്പെട്ടവരല്ല, നിങ്ങൾ ജയാളിയായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കേണ്ടതിനായി എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. ഹാലലുയ. കർത്താവായ യേശുവേ, ഇന്ന് രാത്രി അവിടുന്ന് കേൾപ്പിച്ച വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. എൻ്റെ ആത്മാവ് നശിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാനും നീതിയും വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കുവാനും ഹല്ലേലൂയ പിതാവായ ദൈവം ഇന്ന് രാത്രി കേൾപ്പിച്ച ആ വചനം ഞാൻ ഏറ്റെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഈ സന്ദേശം അനേകർക്ക് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സുവിശേഷത്തിലൂടെ സംരക്ഷിക്കപ്പെടാത്തവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാനും അവരും ഈ സുവിശേഷത്തിലുള്ള സംരക്ഷണവും സമാധാനവും നിത്യതയും പ്രാപിക്കുവാനും ഇടയാകേണ്ടതിന് ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു, എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു. ഈ വചനത്തിലുള്ള സമാധാനവും സന്തോഷവും സൗഖ്യവും വിടുതലും ഒക്കെ ഞാൻ അനുഭവിച്ച്, ഞാൻ മാത്രമല്ല എന്നിലൂടെ അനേകര് ഇത് അനുഭവിപ്പാൻ ഇടയാകേണ്ടതിന് ഇന്ന് രാത്രി എന്നെ മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവേ, അത്ഭുതകരമായ ഒരു ജീവിതത്തിനുടമയായി മാറുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ട. ഹല്ലേലൂയ. അങ്ങയുടെ പുത്രനായ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. എല്ലാവരും ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ഒരു നിമിഷം കൂടെ ആമേൻ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓൺലൈൻ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന കുഞ്ഞമ്മ രാജു ഇപ്പോൾ ശബ്ദമുയർത്തി ഈ കൂട്ടായ്മ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. ആമേൻ. കുഞ്ഞമ്മ രാജു ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. സ്തോത്രം 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 നീതിമാനുമായിരിക്കുന്ന ദൈവത്തിനകത്തെ ഒന്നുമില്ല ഒരു ഞങ്ങളോട് അടുത്ത് വന്ന് സംസാരിക്കുന്ന ജീവിതത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ തീരുവാണ്ടൊക്കെ രാത്രി കാലം കേട്ട എല്ലാ മക്കളെയും
കർത്താവ് സ്വർഗത്തിന്റെ കരോട് ഫലിപ്പിക്കുമാറാകുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് സൗഖ്യം കർത്താവിക്കുമാറാകണം. വലിയ അനുഗ്രഹം കർത്താവ് കാത്തിരിക്കുവാൻ ഭാഗ്യപ്പെടുവാൻ സൗഖ്യം പ്രാപിക്കാൻ കർത്താവ് കർത്താവ് എല്ലാ മക്കളെയും കർത്താവ് എല്ലാ കുടുംബങ്ങളെയും സഹോദരന്മാരെ മാതാപിതാക്കളെ കർത്താവ് എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ദൈവദിന ശബ്ദം കേട്ടോ എല്ലാ മക്കളെയും കർത്താവിൽ അനുഗ്രഹിക്കുമാറാകണം. വലിയ അനുഗ്രഹം പറയണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സംസാരിക്കുന്നു. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥിക്കാനുള്ള കൃപ കർത്താവിനെ മറകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർമ്മങ്ങളെ സ്വന്തമായി ഏൽപ്പിക്കുന്ന കർത്താവ് ദൈവസന്നിധി കർത്താവ് ഹല്ലേലൂയ 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 ദൈവത്തിന് ഒരുപാട് എല്ലാ മക്കളെ ഒരുക്കമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന തങ്ങളുടെ അഭിഷേകത്തിനെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും വ്യക്തികളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കണം. പരിശുദ്ധാത്മാവ് ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പാദത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇത്രയും താഴ്മ യാചിക്കുമ്പോൾ ഉണ്ടായി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് രാത്രിയിലെ കൂട്ടായ്മ ദൈവം ഇത്രത്തോളം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനായി നമ്മുടെ കരങ്ങളെ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ആമേൻ. ഈ കൂട്ടായ്മയുടെ ആമേൻ അവസാന നിമിഷം വരെയും ആമേൻ അതേ പങ്കാളിത്തം വഹിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്. ആമേൻ അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ പ്രിയ ലൈലാമ്മ ആമേൻ അതെ ആന്റി ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ കുവൈറ്റിൽ നിന്ന് ആമേൻ ഈ സമയത്തും ആമേൻ ഈ കൂട്ടായ്മയിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽ ജോസ്, അതുപോലെ തന്നെ തോമസ് ആമേൻ അതെ എബ്രഹാം അങ്കിൾ ആമേൻ അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ അതെ ശരണ്യ ആമേൻ അതെ കലാസുകുമാരി അനൂപ് ആമേൻ അതുപോലെ ആമേൻ അനേക പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ ആത്മീയ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹപ്രദമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ പ്രാർത്ഥന പങ്കാളികളുമായി ചേർന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. കൂടാതെ 9072903489 എന്ന നമ്പറിലും റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഗ്രേസി മാത്യു ആമേൻ ആമേൻ ഈ സമയത്ത് കടന്നു വന്നിട്ടുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ റേച്ചൽ ഡാനിയേൽ കർത്താവ് അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ അവരായിരിക്കുന്ന ദേശങ്ങളിൽ ദുഷ്ടൻ തൊടാതെ തകർത്ത് കളയാതെ വിസ്താരമാകുന്ന ചിറകിന്റെ കീഴിൽ കോഴി തൻ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ദൈവം അവരെയും വഹിക്കട്ടെ. ആമേൻ. അതുപോലെ തന്നെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. തെറ്റിദ്ധരിക്കപ്പെടരുത്. ആമേൻ. വഷളത്വം നിറകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ആമേൻ സ്മാർട്ട് ഫോൺ ഇല്ലാതെ കൊണ്ട് പഠിക്കാൻ പറ്റാത്തൊരു കാലയളവിലാണ്. ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ അശ്ലീലത നിറഞ്ഞ വീഡിയോ കണ്ട് അവർ നശിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തോട് അടുക്കുവാൻ കഴിയുന്ന മനോഹരമായ പാട്ടുകളും സന്ദേശങ്ങളും അടങ്ങിയ ആമേൻ അത് വീഡിയോകൾ കാണുന്നത് നല്ലതായിരിക്കുമല്ലോ. അവർ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിയപ്പെടുമല്ലോ. അതുകൊണ്ട് ആമേൻ നിങ്ങൾ ആൻഡ്രോയിഡ് മൊബൈൽ ഉള്ളവർ ആമേൻ നിങ്ങൾ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ആമേൻ. ഇത്രത്തോളം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത സർവ്വകൃപാലുവായ ദൈവത്തിന് ഒരിക്കൽ കൂടെ കരമടിച്ച് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇത് ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ആമേൻ ഇന്ന് രാത്രിയിലും ഈ സന്ദേശം ലോകത്തിന്റെ അറ്റത്തോളം എത്തുവാൻ ആമേൻ ഡാറ്റയുടെ ക്രമീകരണം ചെയ്യുകയും ചെയ്ത അഭിഷേകത്തിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതെ ഇന്ന് രാത്രി സുഖകരമായ നിദ്ര ദൈവം എല്ലാവർക്കും ദാനമായി നൽകട്ടെ. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ആമേൻ നാളെ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന് ഒരുമിച്ച് ശുശ്രൂഷിക്കാം. ആമേൻ. രാത്രിയിൽ ബൈബിൾ ക്ലാസ് ഉണ്ട്. ആമേൻ. ഇനി
40 ദിവസത്തെ ഉപവാസപ്രാർത്ഥന കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസൻ ബെന്നി ഇയേഴ്സ്, അതുപോലെ ലീലാമ്മ ജോസ്, ആമേൻ, ഇത് കഴിഞ്ഞാൽ അവരുടെ കൂടെ ആമേൻ ചില മണിക്കൂറുകൾ സമയം ചെലവഴിക്കുന്നു. അതിനുശേഷം രാത്രി 12 മണി തൊട്ട് പുലർച്ചെ 3:30 വരെയുള്ള ബൈബിൾ ക്ലാസ് ഉണ്ട്. ആമേൻ. അതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് ആശ്വാസവും വിടുതലും സമാധാനവും സന്തോഷവും ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി.